ഹലോ ഗൈസ്. വളരെ സാഡായിട്ടുള്ളൊരു ടൈമിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ വേറൊരു ടോപ്പിക്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനോട് അസോസിയേറ്റ് ആയിട്ട് ഇപ്പോൾ പഹൽഗാം ഇൻസിഡൻറ്റ് വന്നപ്പോൾ, പഹൽഗാം അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യവും ഇതുമായിട്ട് നല്ലൊരു റിലേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഐ മീൻ 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഈ അറ്റാക്കിനെ ബന്ധിപ്പിച്ചിട്ടായിരിക്കില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുക. ബട്ട് ദിസ് വാസ് സംതിങ് വിച്ച് ഐ വോണ്ടഡ് ടു ടെൽ, ഐ വോണ്ടഡ് ടു എക്സ്പ്രസ് ആൻഡ് ഐ വോണ്ടഡ് ടു ഷെയർ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ബിലീഫ് എന്നുള്ളതാണ്. അപ്പോൾ ബിലീഫ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചപ്പോൾ ഒരു റിലീജിയൻ നമ്മൾ കാരണം വന്നതല്ലല്ലോ, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു റിലീജിയൻ അല്ല. സന്തോഷ് ജോർജ് കുളങ്ങര ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ചാർത്തി തന്ന ഒരു സംഭവമാണ് നമ്മുടെ റിലീജിയൻ, വെദർ യു ആർ എ ഹിന്ദു, മുസ്ലിം ഓർ എ ക്രിസ്ത്യൻ. സോ നമുക്ക് കുറേ കാര്യങ്ങളിൽ നമുക്ക് ലൈഫിൽ അഹങ്കരിക്കാനുള്ള ഒരു സ്കോപ്പും ഇല്ല എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നൊരു റിലീജിയനിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനായി, അല്ലെങ്കിൽ ഞാനൊരു ദളിതനായി, ഞാനൊരു മുസ്ലിമായി, ഞാനൊരു ക്രിസ്ത്യനായി എന്നുള്ളതൊക്കെ പറയാൻ അങ്ങനെയാണല്ലോ എന്ന് നമുക്കിങ്ങനെ അഭിമാനിച്ച് പറയാനുള്ള ഒരു കേസും നമ്മുടെ കയ്യിലില്ല. ഞാനൊരു ഭംഗിയുള്ള കുട്ടിയായി, ഞാനൊരു ഭംഗിയില്ലാത്ത കുട്ടിയായി, ഞാൻ കളറുള്ള ആളായി, ഞാൻ ഹൈറ്റുള്ള ആളായി, ഞാൻ ഹൈറ്റ് ഇല്ലാത്ത ആളായി. ഈ പറയുന്ന ഒരു കാര്യത്തിലെങ്കിലും നമ്മുടെ റോൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ ഒട്ടുമിക്ക 90% ലൈഫിലെ കാര്യങ്ങളിലും നമുക്ക് റോളില്ല. ബേസിക്കലി നമ്മൾ ജനിച്ചത് ഇന്ന സ്ഥലത്തായതുകൊണ്ട്, നമ്മൾ ഇന്ന സ്ഥലത്ത് ജോഗ്രഫിക്കൽ ഏരിയയിൽ ജനിച്ചതുകൊണ്ട്, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും മകനായതോ കൊണ്ടോ നമുക്ക് വരുന്ന സർട്ടൻ ക്വാളിറ്റീസ്, അതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന, ഇപ്പോൾ നമ്മൾ കോഡിങ്ങിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന അട്രിബ്യൂട്ട്സ് ആണ്. അതായത് നമ്മൾക്കിത് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റും, എനിക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റും. ലൈക്ക് റിലീജിയൻ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് തോന്നുവാണ് ഞാനൊരു എത്തിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഞാനൊരു ഇതാവാം എന്ന് കരുതാം. അപ്പോൾ നമ്മൾ പല സമയത്തും പക്ഷേ ഈ 90 കാര്യങ്ങളിൽ വെച്ച് ഭയങ്കര അഹങ്കാരവും അഭിമാനവും കൊള്ളാറുണ്ട്. ഞാനൊരു ബ്രാഹ്മണനായില്ലേ, എന്താല്ലേ, ഞാനൊരു ദളിതനായി പോയില്ലേ എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണന്മാർ മറ്റുള്ളവരുടെ ട്രീറ്റ്മെൻറ്റ് കാരണം അവരാ ജനിച്ച ഇതിൽ അവർക്ക് വിഷമിക്കേണ്ട ഒരവസ്ഥ വരികയാണ്. ചില ആളുകൾക്ക് അങ്ങനെ ജനിച്ചതിൽ സന്തോഷിക്കേണ്ടി വരികയാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ അതിനെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, നമ്മളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ആത്മാവിനെ ഇങ്ങോട്ട് വിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ നമ്മളുമായിട്ട് നമുക്ക് ഇതിൽ എന്താ പറയുക, ഒരു 5% പോലും ഇതിൽ ക്രെഡിറ്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു എക്സാമിന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഒരു എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടിയാൽ നമ്മളിരുന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പറയും. ഇപ്പോൾ മറ്റൊരാളെക്കാളും നല്ല മാർക്ക് വാങ്ങി അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ടതുകൊണ്ടാണെന്ന് എനിക്ക് പറയാം. അതിലും കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കിങ്ങനത്തെ നമ്മുടെ ജീനും എല്ലാ കാര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ഒത്തു വന്നപ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ പലരും പല സാഹചര്യങ്ങളായിട്ട് ഇതൊന്നും നടക്കാത്ത കേസസ് ഉണ്ട്. അതിൽ പോലും നമുക്കൊരു എന്താ പറയുക, ഒരു 60% നമ്മൾ ആ കിട്ടിയ എൻവയൺമെൻറ്റിനെ നമ്മൾ നന്നായി യൂസ് ചെയ്തു എന്നേ പറയാൻ പറ്റൂ. ബട്ട് ഈ എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്തത് നമ്മളല്ല. അപ്പോൾ ഇൻ ലൈഫ് ജനറലി സ്പീക്കിംഗ് നമുക്ക് വെറും 10% കാര്യങ്ങൾ മാത്രമേ നമ്മളായിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ 10% നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്നത്. ആ 10%, അതായത് നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഒരു ലക്ക്, ആ സമയത്ത് വരുന്നതും ലക്കും നമ്മുടെ കയ്യിലല്ല. എഫേർട്ട്, ബേസിക്കലി എഫേർട്ട് ആൻഡ് നോളേജ്. ഇതിൽ ഈ 10%-ൽ 8% കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ വരുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ അക്വയർ ചെയ്യുന്ന നോളേജാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളതാണ്. ഒന്ന് നമ്മുടെ ഹെൽത്ത്, കുറേയൊക്കെ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നന്നാക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഫുഡിൻ്റെ കേസിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ഉണ്ട് കുറച്ച്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് നോളേജ്. നോളേജ് എന്ന് പറയുന്ന സംഭവം നമുക്ക് നമ്മുടെ കൺട്രോളിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന ഒരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ എന്തെങ്കിലും കണ്ട് നമുക്ക് വിവരം വെപ്പിക്കാം. ദിസ് ഈസ് വിത്തിൻ മൈ കൺട്രോൾ. അപ്പോൾ ആ സമയം ഞാൻ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉള്ള സമയം നമ്മളെങ്ങനെ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി
ഈ ഇതിലെ നോളേജ് എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ റിലീജിയസ് ടെക്സ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുവാണ്, നമ്മൾ ഏത് റിലീജിയനിലായിക്കോട്ടെ, ദ ബിലീഫ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആയ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡബിൾ സ്റ്റാൻഡ്, ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ പറയുമ്പോൾ നമ്മൾ നാമം ചെല്ലാൻ പറയുമ്പോൾ 6 മണിയായി നമ്മൾ നാമം ചെല്ലണം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നാമം ചെല്ലും, നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ എന്നൊക്കെ പറയും, അത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ ഇടയിൽ അശ്വതി ഭരണി എന്നൊക്കെ പറയും, അതിൻ്റെ ഇടയിൽ നമശിവായ എന്നൊക്കെ നമ്മൾ പറയും. ശരി, നമശിവായ എന്ന് പറയുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ശ്ലോകങ്ങളൊക്കെ പറയുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മളോട് ആളുകൾ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഇത് പഠിക്കൂ എന്നിട്ട് ഇത് ചൊല്ലി എന്തോ പുണ്യം കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയുന്നത്. നേരെ മറിച്ച് ഇതേ സിറ്റുവേഷൻ തന്നെ നമ്മൾ പഠിക്കാൻ പോയി. അപ്പോൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മളവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഡൗട്ട് ചോദിക്കും, അല്ലേ? നമ്മൾ ഡൗട്ട് ചോദിക്കും. അപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിക്കുന്നതിൽ നിന്നാണ് ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ആ കാര്യം കൂടുതൽ നന്നായി മനസ്സിലാവുന്നത്. പക്ഷേ ഇത് സെയിം തിങ്, അതായത് ഇവിടെ അതെ നമ്മളൊരു നോളേജ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഇവിടെ അതെ നമ്മളിപ്പോൾ റിലീജിയസ് ടെക്സ്റ്റ് നമ്മളിങ്ങനെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രീച്ച് ചെയ്യുന്ന സമയത്ത് പക്ഷേ നമ്മുടെ പാരൻസ് നമ്മളോട് മോസ്റ്റ്ലി പറയുക എന്താണ്, ഇത് പറഞ്ഞ് പഠിക്കൂ, ഇതിങ്ങനെ പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഗുണവും ഇതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. അപ്പോൾ ഇതാണ് അവിടെയാണ് ആ ഡിഫറൻസ്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ വേറൊരു എന്തോ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇപ്പുറത്ത് നമ്മൾ എന്തോ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ നാമോ എന്താ വെച്ചാൽ വാട്ടെവർ, ഇഫ് യു ആർ എ ക്രിസ്ത്യൻ ഓർ മുസ്ലിം ഓർ വാട്ടെവർ, ലൈക്ക് യു വിൽ ബി സെയിങ് സംതിങ് എൽസ്. അപ്പോൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ട് ഓട്ടോ പൈലറ്റ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 10% വലിയൊരു സാധനമാണ് ബ്രെയിൻ. അപ്പോൾ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ്, അതെങ്ങനെ ഫോട്ടോസിന്തസിസിൽ അപ്പോൾ എങ്ങനെയാണ് സൺലൈറ്റ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, നമുക്കിത് മനസ്സിലാവുന്നു, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ സയൻസ് എടുക്കണോ വേണ്ടയോ, ഇത് നമുക്ക് പറ്റുന്ന പണിയാണോ വേണ്ടയോ. പക്ഷേ ഇപ്പുറത്തെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ബിലീവ് ചെയ്യാണ്. അതായത് നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ശ്ലോകം ഒരു 10 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് നന്നാവും എന്ന് പറയണം. അപ്പോൾ അവിടെ നമ്മൾ ബിലീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ നമുക്ക് സംഭവിച്ചത്, നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ പറയാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു നിമിഷം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളിപ്പോൾ ഈ വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ബേസിക്കലി ചെയ്യുന്നത്, നമ്മളെ കണ്ണടച്ചൊരു കാര്യത്തിലോട്ട് വിടുവാണ്. അത് ശരിയാണോ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. അതായത് നമ്മൾ പഠിക്കാൻ കാണിച്ച സംശയം ചോദിക്കാൻ കാണിച്ച അതേ മനസ്ഥിതി നമ്മൾ റിലീജിയസിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് സാധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ചിന്തിക്കണം. പിന്നെ നിങ്ങളോടൊരു രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ. എനിക്കിപ്പോൾ പറ്റാത്ത പണിയാണെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കുമല്ലോ, പഠിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെയാണ് റിലീജിയനും. അപ്പോൾ നമ്മൾ ഈ റിലീജിയനെയും ഈ സയൻറ്റിഫിക് മെത്തേഡിലൂടെ കാണാം. അപ്പോൾ നമ്മൾക്കൊരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഭഗവത്ഗീത കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ശ്ലോകം മൊത്തം ചിലരൊക്കെ പറയുന്നേക്കാം, 5 വയസ്സായ കുട്ടി ഭഗവത്ഗീത, എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ചില സമയത്ത് പറയുന്നൊരു വേർഡാണ്, 5 വയസ്സായ കുട്ടി കണ്ടോ ഭഗവത്ഗീത ഫുള്ള് വായിച്ച് ശ്ലോകങ്ങൾ ചൊല്ലുകയാണ് കാണാതെ. യു ആർ ക്രിയേറ്റിംഗ് എ പാരറ്റ്, അതിലപ്പുറം അതിലൊന്നുമില്ല. ആ കുട്ടിക്ക് അതുകൊണ്ട് ഗുണമുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. ബേസിക്കലി ഇത് ചാൻഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇൻസ്റ്റഡ് അപ്പോൾ എന്നോട് ഈ കോൺസ്റ്റൻ്റായി പ്രഷർ വരാറുണ്ട് വീട്ടിൽ നിന്ന്, എൻ്റെ കുട്ടീനെ ഞാൻ ഇങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല, റിലീജിയസ് കാര്യങ്ങൾ വേണം വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ അതിനൊക്കെ കൂടുതൽ അപ്രോച്ച് ചെയ്യുക, ആ ഗീതേൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടോ, എന്നാൽ നമ്മളതൊന്ന് വായിച്ചിട്ട് അതെങ്ങനെയുണ്ട്, അത് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ എന്ന് നമ്മളെ സ്പിരിച്വലി കൂടുതൽ നന്നാക്കാനുള്ള എന്തെങ്കിലും മെസ്സേജ് അതിലുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിലാണ് എൻ്റെ ബുദ്ധി കിടക്കുന്നത്. കാരണം അവിടെയാണ് ഞാൻ എന്തെങ്കിലും എൻ്റെ തല യൂസ് ചെയ്യുന്നുള്ളൂ, മറ്റോടത്ത് ഞാൻ തല യൂസ് ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് ബ്ലാബറിങ് ആൻഡ് വോമിറ്റിംഗ് ഇറ്റ് ബാക്ക്. ഇത് എത്ര നന്നായി വോമിറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയാണ് കാര്യം. നമ്മളെന്താ പഠിച്ചിരുന്നത്, കുറേ കാലം നമ്മൾ പഠിച്ചിട്ടിരുന്നത് ഫുൾ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ശരിക്കും ഞാൻ ഇൻഡസ്ട്രിയിലൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? മോഹൻജാദാരോ ഹാരപ്പൻ കൾച്ചറൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ ചില സംഭവങ്ങളൊക്കെ വരും. കാരണം ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത് പോട്ടറി വർക്ക് അടിപൊളിയായിരുന്നു.
ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 മാർക്കായിട്ട് പോട്രി എന്ന് പറഞ്ഞിട്ട് പശുവിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ പശുവിൻ്റെ കയറ് കെട്ടുന്നതും എല്ലാ കാര്യം എഴുതില്ല. അതേപോലെ എഴുതാൻ വേണ്ടി ഞാൻ നോട്ട് ചെയ്ത് വെച്ച സംഭവങ്ങളാണ്. പക്ഷേ ഇന്ന് ഞാൻ ഹാരിപ്പ മോഹൻജോദാര എന്ന് പറയുമ്പോൾ എന്താണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റാണ്. കാരണം ഞാൻ അതിനെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മളെവിടെ പറഞ്ഞു നിർത്തിച്ച് ഹാരപ്പൻ മോഹൻജോദാരോ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് വെച്ചെങ്കിൽ നമുക്കത് എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് തന്ന ആ 10% ഭാഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തല എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരേ ഒരു കൺട്രോൾ. നമുക്ക് ദൈവമായിട്ട് എല്ലാവർക്കും ഒരുപോലെ തന്ന ഒരേ ഒരു സാധനം ഈ സാധനമാണ്, ബ്രെയിൻ എന്ന് പറയുന്ന സാധനമാണ്. ബാക്കിയൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ മുഖം ഇങ്ങനെ ആയത് ഞാൻ കാരണമല്ലല്ലോ, ആ ഒരു രീതിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അവിടെ നമ്മൾ മറ്റുള്ള ആളുകൾ പിന്നെ വേറൊരു ഇതിലൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് കാര്യം നിങ്ങളോട് ഒരാൾ ഇങ്ങനെ ചെയ്യൂ എന്ന് നിങ്ങളെ നിർബന്ധിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ ബെനിഫിറ്റഡായ ഒരു പറ്റം ആളുകൾ എന്തായാലും ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്തൊരു കാര്യം, എല്ലാ കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത്, ചിലതൊക്കെ നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ റിലീജിയൻ്റെ കേസാണെങ്കിലൊക്കെ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും റിലീജിയൻ ഇടപെടുന്നു. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ എല്ലാറ്റിലും പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ദാറ്റ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ ബെനിഫിറ്റ് അടിക്കുന്ന വേറൊരു വിഭാഗം അവിടെ ഉണ്ടാവും. അല്ലാതെ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് ആർക്കും ഒന്നും കിട്ടാനില്ല ബേസിക്കലി. അപ്പോൾ നമ്മളെ പിന്നെ ഈ ഓട്ടോ പൈലറ്റ് മോഡാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ബ്രെയിൻ യൂസ് ചെയ്യാൻ തീരെ പറ്റാതിരിക്കുന്നത് നമ്മൾ വെറുതെ ഒരു കാര്യം ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, അപ്പോൾ നമ്മൾ ഉടനെ പ്രാർത്ഥിക്കണം, ഈശ്വര ഞാൻ എക്സാമിൽ പാസ്സാവണേ എന്ന് പറഞ്ഞ് എക്സാമിലൊക്കെ നിന്നെ ദൈവം പാസ്സാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. പക്ഷേ ഒരു കാലത്ത് അത് വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിച്ച കുറേ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഉത്തരം ഉടനെ കിട്ടുകയാണ്. നമുക്ക് ചിന്തിക്കാം, നമുക്കെന്നാൽ പഠിക്കാൻ വേറെ രീതിയിൽ പഠിച്ച് നോക്കണമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ആൻസർ കിട്ടുവാണ്. പ്രാർത്ഥിച്ചാൽ മതി, വഴിപാട് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ പോയിട്ട് വഴിപാട് കഴിക്കാൻ ആദ്യം ശ്രമിക്കും. ഫസ്റ്റ് നമ്മൾ സൊല്യൂഷൻ എന്താ നമ്മൾ സ്വയം ഇവിടെ ആലോചിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങളും. അപ്പോൾ ആരാണ് ഇതിൽ ബെനിഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും? റിലീജിയൻ കച്ചവടം ആക്കുന്നത് ആരാണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടതിൽ. റിലീജിയൻ കച്ചവടം ആവുന്ന ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്. അതാണ് പുരോഹിത വർഗം എന്ന് പറയുന്നത്. പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ഇതെല്ലാ റിലീജിയനിലും കോമൺ ആയി കാണുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പോൾ ഒരു ഹിന്ദുസിൻ്റെ കേസിലാണെങ്കിൽ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് എന്താ പറയുക, ക്ഷേത്രത്തിൽ പൂജ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ പഠിക്കും. ഒരു സമയത്ത് രാജാവ് ഉണ്ടായിരുന്നു, അപ്പോൾ രാജാവിൻ്റെ പൂജകർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുമായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തു, നേരെ രാജാവൊക്കെ പോയപ്പോൾ ഇവർക്ക് ഭയങ്കര പവർ കിട്ടി. അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ നിർത്താൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വത്തിക്കാൻ സഭ ക്രിസ്ത്യൻസിൻ്റെ കേസിൽ, ബ്രാഹ്മിൺസ് ഇൻ ഹിന്ദുസിൻ്റെ കേസിൽ, പിന്നെ നമ്മുടെ മൗലിയാരും ഉള്ളവരുമായിട്ടുള്ളവരാണ് മുസ്ലിംസിൻ്റെ കേസിൽ. ഇവർക്ക് ഈ പറഞ്ഞ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ നമ്മളിനി റിലീജിയനെ എത്ര തുടച്ചു നീക്കാം നമ്മൾ വിചാരിച്ചാലും നമുക്കൊരു ഹ്യൂമനായി ജീവിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം മതി, കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയനെ നിങ്ങൾ ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിച്ചാലും അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അത് വേറൊരാളുടെ നേരേക്ക് വരുന്നത് വരെ, അതായത് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി, നമുക്ക് മാനസികമായി സ്പിരിച്വലി നമ്മളെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ചർച്ച് പോകുന്നുണ്ടോ അമ്പലത്തിൽ പോകുന്നുണ്ടോ ഒന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ വൺസ് യു ഗെറ്റ് ഇൻ ടു ദ ഫ്രീഡം ഓഫ് അതർ പേഴ്സൺ സ്പേസ്, ആ സമയത്തേക്ക് നിങ്ങളുടെ റിലീജിയൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെപ്പോലെ ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന്. അത് ചിന്തിക്കാൻ പറ്റാതെ നിങ്ങളെ ബിലീഫ് ചെയ്ത് ഓട്ടോ പൈലറ്റ് മോഡിലോട്ട് നിങ്ങളെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പക്ഷേ ഹിന്ദുയിസത്തിൽ ഇപ്പോൾ കുറേയൊക്കെ അതൊന്നും ഇല്ല. കാരണം ആളുകൾക്ക് ഏറെക്കുറെ മനസ്സിലായി എനിക്കൊരു ഏത്തിസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും ഹിന്ദു ആണെങ്കിലും. പക്ഷേ മറ്റു റിലീജിയൻസിൽ അങ്ങനെ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം സഭ ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇതൊരു വലിയ ത്രെറ്റാണ്. ആളുകൾ ഫുൾ ഏത്തിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം. എപ്പോഴും നമ്മളോട് ഒരു കോൺസ്റ്റൻ്റായി നമ്മളോട് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ദർ ഈസ് സം വൺ ഹു ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അത് പാർട്ടി ആണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇറ്റ് ഈസ് അപ്ലിക്കബിൾ. നമ്മളൊരു സംഭവത്തിലോട്ട് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ ഭാഗമായി കഴിഞ്ഞാൽ ചെയ്യുന്ന എന്ത് മണ്ടത്തരങ്ങളെയും ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് നമ്മൾ വരും.
പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ എടുത്തുകൊണ്ട് താഴെ ഇറക്കി വെച്ചിട്ട് ഇല്ല ഇവർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറയേണ്ട വരും. ആ ഒരു ഗതികേട് വരും. അപ്പോൾ നമുക്ക് തല തന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആകെ കുറച്ച് കാര്യങ്ങളെ നമ്മുടെ കൺട്രോളിലുള്ള അതിലൊന്നാണ് ഈ തലയിൽ ചിന്തിക്കാൻ പറ്റുന്നതും നോളേജ് ഉണ്ടാക്കാൻ പറ്റുന്നതും. സോ അത് നമ്മൾ ഒരു 100% യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു 50% യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുടെ ടെൻഷൻസും ആങ്സൈറ്റീസും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബൈക്ക് തരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഓടിക്കേണ്ടത്, നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിലിട്ടിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞ ഇൻസ്ട്രക്ഷൻസോടുകൂടി ഇപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് തരുന്ന ഇപ്പോൾ ഒരു ഓട്ടോ പൈലറ്റിലിടുമ്പോൾ നമ്മളെ നേരെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണെങ്കിൽ ഓട്ടോ പൈലറ്റിലിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ലൈഫാകുന്ന വാഹനം നമ്മൾ ഓടിക്കാൻ കൊടുക്കാം. പക്ഷേ ഇൻ കേസ് ഈ വണ്ടി പോയിട്ട് വേറൊരാളെ പോയി ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോ പൈലറ്റ് ഇട്ടിച്ചെങ്കിലോ ബുദ്ധിമുട്ടായില്ലേ? നമ്മൾ അവരെ കയ്യിൽ കൺട്രോൾ കൊടുക്കാൻ പറ്റുമോ? പാടില്ല. ആ ഓട്ടോ പൈലറ്റിനോട് മാറ്റി വെച്ച് ഞാൻ തന്നെ ബൈക്ക് എടുത്ത് ഓടിക്കണം. ഞാൻ തന്നെ ചിന്തിച്ച് ഞാൻ തന്നെ നേരായ വഴിയിൽ കൂടെ മറ്റുള്ളവരെ തട്ടും തട്ടാതെ നോക്കുന്നത് കറക്റ്റായിട്ട് റോഡ് കൂടെ ഓടിക്കാൻ പഠിക്കണം. ഇത് എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത് അതിലൊരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഫേസ്ബുക്കോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം വർഗീയതയാണ്. അതായത് ഒരു സാധനത്തിൻ്റെ അടിയിൽ ഫുൾ കമൻസ് മൊത്തം വർഗീയത. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആളുകൾ. അപ്പോൾ എവിടേക്കോ ഒരു വർഗീയത വാരി വിതറുന്നു. നാളെ വർഗീയ ലഹള വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് മുന്നിൽ കാണാൻ സാധിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ തല നിങ്ങളായിട്ട് യൂസ് ചെയ്യൂ. മറ്റുള്ള ബിലീഫ് സിസ്റ്റത്തിൻ്റെ പിന്നാലെയും പൊളിറ്റിക്കൽ പാർട്ടികളുടെയും പിന്നാലെ പോകാതെ കാര്യങ്ങളെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. നോളേജ് കിട്ടാൻ ഇന്ന് യൂട്യൂബ് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് നിലനിൽക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെയും ഐഡിയാസിനെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലൊരു തീരുമാനം ഫോം ചെയ്യാൻ, അത് ഉറക്കെ പറയാൻ ഉള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ സാഹചര്യം വളരെ അനുകൂലമാണ്. അപ്പോൾ അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ മറ്റുള്ളവർ പറയുന്നത് മാത്രം ഇങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിലെടുക്കാതെ നമ്മുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുക എന്നുള്ള രീതിയിലോട്ട് എത്തണം എന്നാണ് എനിക്ക് പറയുന്നത്. താങ്ക്സ്.